അസ്സലാമു അലൈക്കും. ഈ സെഷനിലാണ് സംസാരിക്കാൻ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിലും എൻ്റെ ഒരു ചെറിയ ഇടപെടൽ മൂലം നവോത്ഥാനത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നും അത് വളരെ ബൃഹത്തായ ഒരു അക്കാഡമിക് കൊളോക്യമായി സെറ്റ് ചെയ്യുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുമായി സംസാരിച്ചിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഒരു വനിതാ സെഷൻ എന്ന് പറഞ്ഞിരുന്നില്ല, ചർച്ചയിലാണ് ഞാൻ കാണുന്നത്, ബ്രോഷറിലാണ് ഞാൻ ഫൈനലി കാണുന്നത് അതൊരു വനിതാ സെഷനാണെന്നും ആ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, അതായത് ചരിത്രപരമായി മുസ്ലിം സ്ത്രീകൾ നേടിയിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ ഒരു അളവുകോൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് പേപ്പേഴ്സ് ഉണ്ടാവുമെന്നുള്ളത്. എന്നാൽ അതിൽ തന്നെ മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ, അതായത് മുസ്ലിം സ്ത്രീ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഒരു സെപ്പറേറ്റ് സെഷനിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമായി നിയോഗിക്കപ്പെടുന്നു. അതായത് ഇപ്പോൾ ഞാൻ ബാക്കി പേപ്പേഴ്സ് കേട്ടില്ല, ടൈറ്റിൽ മാത്രമാണ് കണ്ടത്. ഇപ്പോൾ അവസാനം വന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പേപ്പറിൽ അവർ വളരെ മനോഹരമായ ആ ചരിത്രം നമ്മുടെ മുമ്പിൽ, അതായത് കേരളത്തിൽ തന്നെ നമ്മൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് പേരുകൾ, അവർ ഇടപെട്ട മേഖലകളെല്ലാം ചേർത്ത് ഇവിടെ വിവരിക്കുകയുണ്ടായി. എനിക്ക് പോലും ഇവരുടെ ഒന്നും പേരുകളോ അവരുടെ ചരിത്രമോ കൃത്യമായി അറിഞ്ഞൂടാത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വളരെ വ്യക്തമായ ഹിസ്റ്ററീസോ ആർക്കൈവൽ നോളജ് പോയി കണ്ടെത്തി പോലും കിട്ടാൻ ആകാത്ത ആ ചരിത്രമൊക്കെ വാക്ക് സ്റ്റോറികളിൽ നിന്ന്, അതായത് വാമൊഴികളിൽ നിന്നൊക്കെ കണ്ടെടുത്ത് ആ ഒരു പേപ്പർ ചെയ്യാൻ എൻ്റെ സഹോദരി ചെലവാക്കിയ ഊർജവും സമയവും ഒക്കെ എത്രയായിരിക്കും എന്ന് ഒരു റിസർച്ചർ എന്ന നിലയിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്രയും ഒരു റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് അത്രയും അധ്വാനം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണെന്നും അതങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വനിതകളുടെ നവോത്ഥാനത്തെക്കുറിച്ച് പുരുഷന്മാർക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ അത് അവർ കേൾക്കാതെ മറ്റൊരു സെഷനിലേക്ക് അവർ മാറ്റിവെച്ചു എന്നുമുള്ള ഈ ബ്രോഷർ കണ്ടപ്പോൾ എനിക്കുണ്ടായ അസ്വസ്ഥതയുടെ പേരിലാണ് എന്നെ സംഘാടകർ രണ്ടാമത് കൺഫർമേഷനായി വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സെഷൻ ഇങ്ങനെ, എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം ഒരു സെഷനിൽ സംസാരിക്കുന്നു, സ്ത്രീകൾ മാത്രമാണോ അത് കേൾക്കാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഈ നവോത്ഥാനം എന്ന ചർച്ചയുടെ പ്രസക്തിയെക്കുറിച്ച് എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. മറ്റ് സെഷനുകളിൽ ഈ പറയുന്ന പേപ്പേഴ്സൊക്കെ ചരിത്രത്തെക്കുറിച്ചുള്ള മറ്റ് എല്ലാ സെഷനുകളിലും ഓരോ പേപ്പറായി ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പാതി ഇവിടെയും അവരങ്ങനെ പാതി അവിടെയും ഇരുന്നായി കേൾക്കേണ്ട ഒന്നല്ലാത്ത ഒരു വിഷയം എന്തുകൊണ്ടിങ്ങനെ? ഓരോ ആണുങ്ങളുടെയും പേപ്പർ ഓരോ സെഷനിൽ നിന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു ഈ പറയുന്ന 6 പേപ്പറുകൾ അവിടെ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതെന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള ഭയങ്കരമായ അസ്വസ്ഥതയിൽ ജാബിർ സാഹിബിനോട് ഈ ഒരു കാര്യം ഉണർത്തി. അദ്ദേഹം അപ്പോൾ എന്നോട് അത് പല പരിമിതികളുണ്ടായിരുന്നു, വളരെ അക്കാഡമിക്കായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളുടെ കുറവ്, ഇതൊക്കെയാണ് അദ്ദേഹം ഒരു കാരണമായി എന്നോട് പറഞ്ഞത്. അത് ഒരു പേപ്പറിൻ്റെ വെറും 2 മിനിറ്റ് കേട്ടപ്പോൾ തന്നെ ആ കുറവ് അവിടെ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ബോധവതിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ട് എന്നും അതിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് നമ്മൾ ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നിയതുകൊണ്ട് ഞാൻ വോയിസ് ക്ലിപ്പായിട്ടാണ് ഇത് അദ്ദേഹത്തിന് ഇട്ടത്. കാരണം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രതികരണം അത്ര നല്ലതല്ലെങ്കിൽ എൻ്റെ പ്രതികരണം എന്താവും എന്നൊക്കെയുള്ള അസ്വസ്ഥതകൾ കൊണ്ട് വളരെ സേഫായി എനിക്ക് പറയാനുള്ള അസ്വസ്ഥത മൊത്തം ഒരു വോയിസ് ക്ലിപ്പാക്കി അദ്ദേഹത്തിന് അയച്ചു. അദ്ദേഹം തിരിച്ച് ഈ ഒരു അപ്പോളജി പറഞ്ഞു. എന്തായാലും അൽഹംദുലില്ലാഹ് ഇന്നലെ രാത്രി അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ആ വിമർശനം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, കുറച്ച് ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ ഉൾക്കൊള്ളിക്കൽ 1-2 സ്ത്രീ പ്രസൻറ്റേഴ്സിനെ മറ്റ്
സെഷനുകളിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മെയിൻ സെഷനിൽ എല്ലാവരോടും ആയി ഉള്ള ഒരു സെഷനിലായിരിക്കുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു സമ്മർദ്ദമാണ് അല്ലേ? ഇസ്ലാമിലുള്ള ഒന്നിനു വേണ്ടി മുസ്ലിം സ്ത്രീയായ ഞാൻ ഇസ്ലാമിലുള്ളതാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവരോട് ആ അവകാശം ചോദിക്കുകയും ചോദിച്ചപ്പോൾ അത് ശരിയാണ് അല്ലോ, നമ്മൾക്കത് വിട്ടുപോയല്ലോ എന്നുള്ള അവരുടെ ആ മറവി അവർ തിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തിരുത്തിയതിൽ ആദ്യം അവരെ ഞാൻ അഭിനന്ദിച്ചു ആ സെഷനിൽ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. അത് ഏത് വിഷയത്തിലായാലും ദീനിനെ കുറിച്ചാകുമ്പോൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചാണ്, അത് ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഇസ്ലാമിൽ സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് നിങ്ങളൊക്കെ ഒരു സംഘടനയുടെ ഭാഗമായോ പഠനത്തിന്റെ ഭാഗമായോ ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അവകാശങ്ങൾ ഞാൻ അവിടെയും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ട്, പ്രവാചകന്റെ മറ്റ് പത്നിമാരുണ്ട്, സഹാബി വനിതമാരുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബി വനിത എന്ന് പറയുന്നത്, അതായത് ഞാനിങ്ങനെ ചില പരിപാടികളിലൊക്കെ പോയിട്ട് ഓർഗനൈസേഴ്സിനെ തന്നെ ചോദ്യം ചെയ്തൊക്കെ അസ്വസ്ഥപ്പെടുത്തേണ്ടി വരുമ്പോൾ പലപ്പോഴും വല്ലായ്മ അനുഭവപ്പെടുന്ന ഒരാളാണ്. അതായത് അത് എൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. ഈ കോൺഫ്ലിക്റ്റ് എനിക്കിഷ്ടമല്ല. രണ്ട് ദിശയിൽ സംസാരിച്ചൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്നാൽ ഈ ബാധ്യത ഇങ്ങനെ എപ്പോഴും എൻ്റെ മേൽ വീണുകൊണ്ടേയിരിക്കുന്നു. അതായത് സംസാരിക്കാനായുള്ള അവസരം അള്ളാഹു അനുഗ്രഹിച്ച് കിട്ടിയ സ്ത്രീ എന്നുള്ള നിലയിൽ അപ്പോൾ നിങ്ങളിലുള്ളതിനേക്കാൾ ആ ചോദ്യം ചോദിക്കേണ്ട ബാധ്യത എൻ്റെ തോളിലുണ്ടല്ലോ എന്നുള്ള ഒരു വെപ്രാളവും ഭയവുമാണ് അതിന് പിന്നിൽ. അപ്പോൾ പേഴ്സണലി ഇഷ്ടമായ അല്ലാതിരുന്നിട്ട് പോലും ആ കലഹം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എനിക്ക് പേഴ്സണലി അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് പോലും ചോദിക്കേണ്ടി വരുന്ന ഇസ്ലാമിക ബാധ്യത അത് നിർവഹിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി വനിത, പ്രവാചകന്റെ മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹു മഹറിന്റെ അമൗണ്ട് നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ, അതായത് മഹറിന് അന്ന് വരെ ഒരു അളവ് പോലില്ലായിരുന്നു, അതെന്ത് വേണമോ സ്ത്രീക്ക് ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്ത്രീക്കായി വിട്ടുകൊടുത്ത ഒരു അവകാശത്തിൽ പുരുഷന്മാർക്ക് കുറച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കണ്ട് അതിനൊരു അളവ് നിർണ്ണയിക്കാൻ ശ്രമിച്ചു അല്ലേ? അപ്പോൾ എന്താ, പുരുഷന്മാർക്ക് അധ്വാനിക്കാൻ അത്രയും കഴിയാത്ത പുരുഷനെ നമ്മൾ പരിഗണിക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ എല്ലാ ചോദ്യങ്ങളും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്ത്രീ എണീറ്റ്, അല്ലയോ ഉമർ, അള്ളാഹു സ്ത്രീക്ക് അനുവദിച്ചതും പ്രവാചകൻ നിർണയിച്ചതുമായ ഒരു കാര്യത്തിൽ താങ്കൾ ഒരു എന്താണ് വാട്ട് ഈസ് ഇറ്റ് സെഡ്, ഒരു പരിധി നിശ്ചയിക്കുകയോ, അതായത് അള്ളാഹു ദീനിൽ പ്രവാചകൻ ദീനിൽ കൊണ്ടുവരാതിരുന്ന ഒരു സാധനം ഉമർ റളിയല്ലാഹു അൻഹ, അതായത് സ്ത്രീകൾക്ക് അനുവദിച്ച ഒരു അവകാശത്തിൽ നിഷേധം നടത്തുകയോ എന്ന ഒരൊറ്റ ചോദ്യം ഏറ്റവും പവർഫുള്ളായ ഭരണാധികാരിയോട് അവിടുത്തെ ആ സ്ത്രീക്ക് അത് ചോദിക്കാനുള്ള പവർ ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീ ഒരിക്കലും തനിക്കുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിസ്റ്റത്തിൽ എല്ലാം അങ്ങ് നന്നായി നടന്നുകൊണ്ടിരിക്കില്ല. എല്ലാം കൊണ്ടും പൂരിതമായ ഒരു പ്രത്യയശാസ്ത്രം നമ്മൾക്ക് അല്ലാഹു തന്നു. നീതി അവിടെ ആ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് നീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇണകളുടെ ഇടയിൽ നീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു അധികാരം കൊടുത്തിട്ടുള്ളവന് അധികാരം തൻ്റെ താഴെ വരുന്നവനോട് നീതി തന്നെ നടപ്പാക്കണമെന്ന് ഏറ്റവും കൂടുതൽ നീതിയെക്കുറിച്ച് സംസാരിച്ച ഒരു മതമാണ് ഇസ്ലാം. അപ്പോൾ അവിടെ സ്ത്രീ പുരുഷ ബന്ധത്തിനിടയിലും നീതി തന്നെ ഉണ്ടാകണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല. അതിൻ്റെ ആണിക്കല്ലാണ് നീതി. അതായത് ഉമ്മയായ ഞാൻ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ആ കുഞ്ഞിന് മേലൊരു അവകാശമുണ്ട് അല്ലേ, ഒരു പവർ റിലേഷൻ ഉണ്ട്. ഐ ആം മോർ പവർഫുൾ ദാൻ മൈ ഡോട്ടർ, റൈറ്റ്? അപ്പം ഞാൻ ആ അവകാശം ചില ദിവസം ചെലുത്തുമ്പോൾ എൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഞാൻ അവിടെ അവളുടെ അവകാശത്തിൽ ഒരു ഹനിക്കൽ നടത്തും. ചിലപ്പോൾ എങ്ങനെയാണ്, അവൾ കൊഞ്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നും മിണ്ടാതെ പോകാമോ അല്ലേ? നമ്മളൊക്കെ എല്ലാ മാതാക്കളും ഇവിടെ സമ്മതിക്കുമായിരിക്കാം. അതിലും പേഷ്യൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ
അങ്ങനെ ഇംപേഷ്യൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ്, എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ ഒരു വിദ്യാർത്ഥിയോട് ഞാനൊരു അധികാര ദുർവിനിയോഗം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവാം. അതുപോലെ തീർച്ചയായും മനുഷ്യനാണോ, അധികാര ദുർവിനിയോഗങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അധികാര ദുർവിനിയോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അത് സ്വാഭാവികമായി ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനുള്ളിൽ അത് ഇന്ന് നടക്കുകയും നാളെ അത് പരിഹരിക്കപ്പെടുകയും നമ്മൾ സ്നേഹത്തിൽ സമരസപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് ജീവിതം അല്ലേ? അല്ലാതെ ഒരിക്കലും ദ പെർഫെക്റ്റ് ഐഡിയൽ ലൈഫ് എവറി 24 hours in a day ഒന്നില്ല. ഈ 24 മണിക്കൂറും ഒരു ദിവസത്തിൻ്റെ നമ്മൾ ഏറ്റവും ഉത്തംഗ മാതൃകയായി പെരുമാറുന്ന ഭാര്യ അല്ലെങ്കിൽ ഉത്തംഗ മാതൃകയായി പെരുമാറുന്ന ഭർത്താവ് എന്നൊന്ന് കാണില്ല ചിലപ്പോൾ. പക്ഷേ അതിലേക്കുള്ള പരിശ്രമം നമ്മൾ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത്, നമ്മൾക്ക് ഏറ്റവും സന്തോഷപൂർവമായ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആ ജീവിതം സാധ്യമാകുന്നത് അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ അധികാര ദുർവിനിയോഗങ്ങൾ ഒരിക്കലും ഒരു കലഹമായി തീരുകയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ താളപ്പിഴ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് അധികാരമായി അള്ളാഹു തന്ന സാധനങ്ങളിൽ നിരന്തരം നമ്മൾക്ക് ആ അധികാരം കിട്ടാതെ പോകുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഇത്രയും കാലമായി ഈ സംഘടനയുടെ ഭാഗമായി പ്രസംഗിക്കുന്നു, നിങ്ങൾക്കിടയിൽ പ്രസംഗിക്കുന്നു, നിങ്ങൾ തമ്മിൽ പ്രസംഗിക്കുന്നു, നിങ്ങളുടെ സഹോദരങ്ങളുമായും പാപ്പാമാരെ, അതായത് നിങ്ങളുടെ പുരുഷ കമ്പാട്രിയോട്സിനൊത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. എന്നാൽ നിങ്ങളെ അവർ കേൾക്കുകയോ എന്താണ് നിങ്ങളുടെ നോളജ് എന്താണ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, നിങ്ങൾ എങ്ങനെ ഈ നവോത്ഥാനത്തെ നോക്കിക്കാണുന്നു, നിങ്ങളുടെ ഐഡിയയിലെ അവർ നടത്തുന്ന നവോത്ഥാനത്തിൽ നിങ്ങൾ കാണുന്ന കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ നിങ്ങളുടെ പേപ്പേഴ്സ് കേൾക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഞാനൊന്ന് പുഷ് ചെയ്തു, അവരൊന്ന് ഫ്രെയിം മാറ്റി അല്ലേ? അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരുപാട് നമ്മൾക്കുള്ള അവകാശങ്ങൾ അത് ചിലപ്പോൾ സൗകര്യത്തിൻ്റെ പേരിൽ അവർ മറന്നു പോകാം. അത് പല പല സൗകര്യത്തിൻ്റെ പേരിലാണ്. അതായത് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മേലൊരു ഇസ്ലാമിക ബാധ്യതയായി അവസാനം എത്തിച്ചേരുന്നു എന്ന് ഞാൻ കാണുന്നെങ്കിൽ ആ സംസാരിക്കാൻ ഞാൻ ഇന്നിവിടെ എത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് എൻ്റെ ഭർത്താവും മനസ്സിലാക്കുകയും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സഹിക്കാൻ ഇസ്ലാമികമായി അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവുകയും ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് സംഭവിക്കുന്നത്, എൻ്റെ കുടുംബം അസ്വാരസ്യങ്ങളില്ലാതെ പോകുന്നത് അല്ലേ? ഞാനിത് എൻ്റെ കുടുംബം എന്ന് പറയുന്നതിൻ്റെ റീസൺ എനിക്ക് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എൻ്റെതായതുകൊണ്ട് മാത്രമാണ് അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇടപെടുമ്പോൾ, കുടുംബത്തിന് പുറത്തിടപെടുമ്പോൾ, സമൂഹത്തിൽ ഇടപെടുമ്പോൾ, സമുദായത്തിൽ ഇടപെടുമ്പോൾ, അതിനും മേലെയുള്ള ഒരു ബൃഹത്തായ സമുദായത്തിൽ ഇടപെടുമ്പോൾ നമ്മളുടെ അവകാശ നിഷേധങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ധാരണയുണ്ടാവണം, നമ്മളുടെ അധികാരങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ധാരണ ഉണ്ടാവണം, ഇസ്ലാമിൽ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള അധികാര പരിധികളെക്കുറിച്ചും നമ്മൾക്ക് ധാരണയുണ്ടാവണം. അതുമാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് പേപ്പറുകൾ കേൾക്കാതിരുന്നത് കൊണ്ട് ഒരു ചർച്ച എന്ന നിലയിൽ സംസാരിക്കാൻ കഴിയില്ല. എന്നാലും നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആ ഒരു പുഷ് വിച്ച് ഈസ് എ നീഡ് ഓഫ് ദ ടൈം, അത് നിങ്ങളിൽ നിന്ന് എല്ലാവരിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.